നമസ്കാരം. സ്ത്രീയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ക്രിസ്മസ് ആശംസകൾ. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ഇതാ വീണ്ടും ക്രിസ്മസ് എത്തിയിരിക്കുന്നു. പള്ളിയിൽ പോക്കും പ്രാർത്ഥനയുമൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒത്തുകൂടുന്നത് തീന്മേശയ്ക്ക് ചുറ്റുമാണ്. അവിടെ ആദ്യം വിളമ്പുന്നതോ കേക്കും വീഞ്ഞും. ഇന്ന് സ്ത്രീയുടെ സ്പെഷ്യൽ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നതും നമ്മൾ വീഞ്ഞ് തയ്യാറാക്കുന്ന രീതിയാണ്. ഇതിനായി നമ്മളോടൊപ്പം ഉള്ളത് ശ്രീമതി അന്ന തോമസ്. പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. കാരണം ഈ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി വൈൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഗാർഡനിൽ ഇവിടെ എത്തിയിരിക്കുകയാണ്. മാഡത്തിന്റെ സ്പൈസസ് ഗാർഡൻ തന്നെ പറയാം. ഇവിടെ ഞാൻ കാണുന്നുണ്ട് ജാതിക്കയും ഒക്കെ ആയിട്ട് അല്ലേ, ജാതിക്ക, ഗ്രാമ്പൂ, അങ്ങനെ എല്ലാം. അപ്പൊ നമുക്കിന്ന് കാണിക്കാൻ പോകുന്ന ഒന്ന് ആദ്യത്തേത് ഇതാണല്ലോ അല്ലേ? ആദ്യത്തേത് ഒരു സ്പൈസ് വൈനാണ്. സ്പൈസ് വൈനാണ്. സ്പൈസ് വൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ സ്പൈസസ് ആണ് നമ്മളിപ്പോ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്? ജാതിക്ക ഉണ്ട്, ഗ്രാമ്പൂ ഉണ്ട്, കറുവാപ്പട്ടയുണ്ട്, പിന്നെ ഓൾ സ്പൈസ് എന്ന് പറഞ്ഞ പുറകെ നിൽക്കുന്ന ആ ഇലയുണ്ട്, പിന്നെ നമ്മുടെ തുളസി ഇല, പുതിന ഇല അല്ലേ, പിന്നെ പിന്നെ ഇഞ്ചി, അങ്ങനെ എല്ലാ സ്പൈസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു വൈനാണ് ആദ്യം. എന്താണ് അതിന്റെ ഒരു പ്രത്യേകത? എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഫെർമെന്റ് ചെയ്യുന്ന വൈനല്ല. സാധാരണ വൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുളിപ്പിച്ച് ഫെർമെന്റ് ചെയ്തെടുക്കുന്നതാണ്. ഇത് ഫെർമെന്റ് ചെയ്യുന്നതല്ല, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ വേറെ സാധാരണ വൈൻ അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അതിന് ഇതൊരു അതിന്റെ പ്രസക്തി എന്താണ്? പ്രസക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊരു 3 in 1 എന്ന് പറയാം. ശരി. ഇതിന് 3 ഗുണങ്ങളാണ് ഉള്ളത്. വൈനായിട്ട് ഇത് സെർവ് ചെയ്യാം, ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് സെർവ് ചെയ്യാം, നമ്മൾ വളരെ ഹെവി ആയിട്ടുള്ള ഭക്ഷണം, അതായത് ക്രിസ്മസിന് വളരെ ഹെവി ആയിട്ട് കഴിക്കും. അതുപോലെ നല്ല കല്യാണ സദ്യയൊക്കെ ആണെങ്കിൽ ബിരിയാണി അത് ഇതൊക്കെ വളരെ നമ്മൾ കഴിക്കുമല്ലോ. അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞ ഹെവി ഫീൽ വരും. കറുവാപ്പട്ടയൊക്കെ ഭയങ്കര ദഹന സഹായിയാണ്. അത് നമ്മുടെ കൊളസ്ട്രോളിനെ വരെ കുറയ്ക്കും. ശരി. അതുപോലെ തന്നെ കറുവാപ്പട്ടയ്ക്ക് തന്നെ ഷുഗറിനെ കുറയ്ക്കാനുള്ള കഴിവും കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ ഇപ്പൊ ഈ ആദ്യത്തെ വൈനിൽ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ജാതിക്കയുണ്ട്. ജാതിക്ക ഏറ്റവും നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പറിച്ചെടുത്ത ജാതിക്കയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അല്ലേ? ജാതിക്ക, അതുപോലെ ഓൾ സ്പൈസിന്റെ മരം ഉണ്ടെന്ന് പറഞ്ഞു. അതാണ് ഓൾ സ്പൈസിന്റെ മണം. ഓക്കെ. പുറകിൽ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഓൾ സ്പൈസിന്റെ ഇതുണ്ട്, ജാതിക്ക ഇവിടെയുണ്ട്, കറുവാപ്പട്ടയുണ്ട്, തുളസിയുണ്ട്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഗ്രാമ്പൂ. ഗ്രാമ്പൂവിന്റെ മരവും ഉണ്ട്. രണ്ടും ഗ്രാമ്പൂവിന്റെ മരങ്ങളാണ്. അങ്ങനെ ഇപ്പൊ ഇവിടെ എന്താ പറയാ, ഇവിടെ മുറ്റത്തുനിന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കിട്ടുന്ന സ്പൈസസ് വെച്ചാണ്. അപ്പം ഇതിലൊരു വിഷം അടിച്ചിട്ടില്ല. അതെ, പ്രത്യേകിച്ച് വൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം വളരെ വൃത്തിയും അല്ലെ, വൃത്തിയും റൈപ്പ് ആയിട്ടുള്ളതും നല്ല വൃത്തിയായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വേണം വൈൻ ഉണ്ടാക്കാൻ. കാരണം എത്രയോ കാലം ഇരിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതിന് ഒരുപാട് തരത്തിൽ. അതെ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടാമിനേഷൻ വരും. പിന്നെ നമ്മൾ അടുത്ത വൈൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? അടുത്ത വൈന് പൈനാപ്പിളിന്റെ തൊലി കൊണ്ടുള്ളത്. പൈനാപ്പിളിന്റെ തൊലി കൊണ്ടുള്ള വൈനാണ്. പൈനാപ്പിളിന്റെ തൊലി മാത്രമേ അത് ഉപയോഗിക്കുന്നുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. അതിന്റെ ഫ്ലഷ് ആവശ്യമില്ല. അപ്പൊ ഫ്ലഷ് നമുക്ക് വേറെ എന്തെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. ഫ്ലഷ് കൊണ്ട് നമുക്ക് എന്തെല്ലാം ചുമ്മാ കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസ് അടിച്ചു. ജ്യൂസ് അടിക്കാം, അല്ലെങ്കിൽ പുഡിംഗ് ഉണ്ടാക്കാം. അതെ വാസ്തവം അങ്ങനെ. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കും അപ്പം അതിന്റെ തൊലിയും സാധാരണ നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയും. പക്ഷെ അതുകൊണ്ടൊരു ഉപയോഗം. അതെ, വളരെ എക്കണോമിക്കലായിട്ട് ഉണ്ടാക്കാം. പക്ഷെ അതേസമയം വളരെ സ്വാദിഷ്ടവും വളരെ വളരെ ആരോഗ്യദായകവുമായ ഒരു വൈനാണ്. പൈനാപ്പിൾ എപ്പോഴും ഒരു ദഹന സഹായം, അതുകൊണ്ട് ദഹനത്തിന് വളരെ സഹായിക്കുന്ന ഒരു വൈനാണ്. അപ്പൊ ഇന്ന് പിന്നെ ക്രിസ്മസ് ആയിട്ട് ശരിക്കും നമ്മൾ സാധാരണ നമ്മൾ പറയില്ല, ക്രിസ്മസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ എന്താ പറയാ തീന്മേശയിൽ ആദ്യത്തെ വിഭവം എന്ന് പറയുന്നത് വൈന്. അപ്പൊ ആ വൈനാണ് ഇന്ന് നമ്മൾ കുടിച്ച് തുടങ്ങുക എന്ന് പറയുന്നത്. പറഞ്ഞാൽ ദഹിക്കാനുള്ളത് ആദ്യത്തെ, പിന്നെ കഴിക്കുന്ന എല്ലാ ഫുഡും ദഹിക്കാനുള്ള ഒരു ശക്തി വീഞ്ഞിനുണ്ട്. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് ഇതങ്ങ് പോകുന്നു. അതെ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്ന് ആദ്യമായിട്ട് അതായത് സ്ത്രീയില് കാണിക്കാൻ പോകുന്നത് 2 വീഞ്ഞാണ്. ഒന്ന് ഇൻസ്റ്റന്റ് സ്പൈസ് വൈനും, ഒന്ന് പൈനാപ്പിളിന്റെ തൊലി കൊണ്ടുള്ള വൈനും. ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ കാത്തിരിക്കുന്ന ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. അത് എങ്ങനെയാണ് ഈ വൈൻ ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും ഇത് അറിയാനായിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടാവും. കാരണം എന്താ പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് രണ്ടും ഒരു സ്പെഷ്യൽ വൈനാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞു. കാരണം പലതരം വൈൻ ഉണ്ടാക്കുന്ന കാര്യം മാം ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഡിസ്കസ് ചെയ്തില്ലേ.
ഇപ്പം ഒന്ന് പറഞ്ഞത് ഇൻസ്റ്റന്റ് വൈൻ. അതെ, ഇൻസ്റ്റന്റ് വൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വൈൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സമയം എടുത്തുണ്ടാകുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് ഓർമ്മ വരുള്ളൂ. അപ്പൊ ഇൻസ്റ്റന്റ് വൈൻ അതും സ്പൈസസിന്റെ. പിന്നെ ഒന്ന് ചെയ്യാൻ പോകുന്നത് പൈനാപ്പിളിന്റെയാണ്. അതും പൈനാപ്പിളിന്റെ തൊലിയുടെ. കാരണം ആ മെയിൻ ഭാഗം അങ്ങ് മാറ്റി തൊലിയൊക്കെ നമ്മൾ കളയുന്ന കാര്യമാണ്. അതിനകത്താണ് ഇത്രയും വിശിഷ്ടമായിട്ടുള്ള വൈൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതല്ലേ, സ്പൈസസ് വൈൻ അല്ലേ? അപ്പൊ സ്പൈസസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നല്ല ഒന്ന് മാം ഇതൊക്കെ ഞാൻ തന്നെ പറയട്ടെ, കാരണം ഇത് പറയാതെ എളുപ്പമുള്ള കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ഇവിടെ ഇഞ്ചി, പിന്നെ ചുമന്ന മുളക്, ഇത് ഓൾ സ്പൈസസിന്റെ അല്ല അല്ലേ, സർവ്വസുഗന്ധി. പിന്നെ ഇത് സിന്നമൺ, പട്ട, കറുവപ്പട്ട. ഇത് തുളസിയിലുണ്ട്, തുളസിയിലുണ്ട്, അതിന്റെ അടിയിൽ പുതിനായും ഉണ്ട്. ഓ, തുളസിയിലയും പുതിനയും കൂടെയാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ അത് 3 സ്പൈസസ്. അത് 3 സ്പൈസസ്, ഏലക്ക, ജാതിക്ക, ഗ്രാമ്പു, ഏലക്ക, ജാതിക്ക 3 വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ സിട്രിക് ആസിഡിന്റെ ക്രിസ്റ്റൽസ് ആണ്. പിന്നെ നാരങ്ങ നീര്, പഞ്ചസാര, നാരങ്ങയുടെ തൊലിയും വേണം. അപ്പൊ ഇതിന്റെ പഞ്ചസാരയും വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കണക്ക് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ എങ്ങനെയാണ് ഈ വൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു ഇൻഗ്രീഡിയന്റിന് ഒരു കണക്ക് വേണം? ഉണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്, എടുക്കുന്നത്? ഞാനിപ്പം 1/4 കിലോ പഞ്ചസാര കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പഞ്ചസാര 1/4 കിലോ. കാരണം ഈ ഇൻസ്റ്റന്റ് വൈന് സാധാരണ നമ്മൾ ഫെർമെന്റ് ചെയ്ത് ഉണ്ടാക്കുന്ന വൈൻ പോലെ ഒരുപാട് നാൾ നമ്മൾ പുറത്ത് വെക്കാൻ കൊള്ളുകയില്ല. ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാവുന്നത്. അതുകൊണ്ട് ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കണം, അധികം ഒരുപാട് താമസിക്കാതെ. പിന്നെ അങ്ങനെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജ് വെച്ചിരിക്കണം. ഫ്രിഡ്ജ് വെച്ച് തണുത്ത് ഇത് ഉപയോഗിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ശരി, ഏത് വൈനും അങ്ങനെയാണ്. അതെ. അപ്പൊ ഇത് എടുത്തിരിക്കുന്നത് 1/4 കിലോ പഞ്ചസാരക്ക് എത്ര ഇഞ്ചി? ഇഞ്ചിയല്ല, ആദ്യം പഞ്ചസാരക്ക് വെള്ളമാണ് പറയുന്നത്. ഓ, വെള്ളമാണോ? ശരി. അപ്പൊ എത്ര വെള്ളം? 1.25 കുപ്പി വെള്ളം വേണം. ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് ബോട്ടിൽ. 1 ലിറ്റർ ബോട്ടിൽ. അപ്പൊ അതിന്റെ 1.25 കുപ്പി വെള്ളം വേണം. ശരി. പിന്നെ ആദ്യം നമുക്ക് തുടങ്ങാം. ഓ, അങ്ങനെയാണ്. നമുക്ക് ഇൻഗ്രീഡിയൻസ് എത്രയാണെന്നുള്ള വെയിറ്റ് പിന്നെ പറയാം. ശരി. ഇത് 1/4 കിലോ പഞ്ചസാര, അത് നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ടു. അതിൻ്റെ അകത്ത് 1.25 ബോട്ടിലും വെള്ളം ഒഴിക്കണം. ശരി. അളന്ന് തന്നെ. നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിന്റെ എല്ലാ ചേരുവകളും കൃത്യ അളവിൽ തന്നെ ആയിരിക്കണം. എന്നാലേ വൈന് നല്ല സ്ട്രോങ് ആയിട്ടും കൃത്യമായിട്ടും കിട്ടുള്ളൂ. അല്ലെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പം വിനീഗർ ആവും. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ വിനീഗർ ഇരിപ്പുണ്ട്, നല്ല 1-ാം തരം വിനീഗർ, താമസിച്ചു പോയി എടുക്കാൻ. അപ്പൊ ഇത് ഒന്നൊഴിക്കുക. ഒരു കുപ്പിയായി. ഇനി അടുത്തത് ഒരു 1/4 കുപ്പി അല്ലേ? മതിയോ? മതി. 1.25 കുപ്പി വെള്ളം. അപ്പൊ ഇതിനി തിളക്കണം. ഇനി നമ്മൾ ഇതിൽ കുറെ